നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവര് ഇന്ദ്രജ വല്യമ്മയുടെ കൊട്ടേഷൻകാർ. ആ CA വല്യമ്മയുടെ വലം കയ്യും. മക്കളെ എന്താ ചേച്ചി? ദാ ആ അമ്മയുടെ കയ്യിലെ വിളക്ക് തട്ടിപ്പറിച്ച് ആരാണോ വരുന്നേ അവർക്ക് ഞാനൊരു സമ്മാനം തരും. ചെറിയ സമ്മാനമൊന്നുമല്ല, വലിയ സമ്മാനം. നമുക്കൊരു കൈ നോക്കിയാലോടാ. ശരി ആന്റി, ഞങ്ങൾ വരാം. വാ. വൈശാഖി, നീ ഇതെവിടെ പോവാ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ തപ്പി നടക്കുമായിരുന്നു. എന്നാ വേഗം വാ. ഒരുമിച്ച് പോണ്ട. നീ ആദ്യം മുന്നേ പൊക്കോ, ഞാൻ പിന്നാലെ വരാം. ഇനിയിപ്പോ ആരെങ്കിലും കണ്ട് ഇതുകൂടി പുലിവാലാവണ്ട. നീ ചെല്ല്. ദൈവമേ, പെട്ടു. ഇന്നിവരെന്നെ തല്ലിക്കൊല്ലും. എന്ത് ചെയ്യും? നിന്നെയും കൊല്ലാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരുമിച്ച് മരിക്കാം. എന്തു പറ്റി? നിങ്ങൾ എവിടെ പോന്നു? അത് ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ മൈഥിലിക്കൊരു ക്ഷീണം പോലെ. ഒന്നീ വീട്ടിൽ കൊണ്ട് വിട്, അല്ലെങ്കിൽ ഒരു ജ്യൂസ് വാങ്ങിക്കൊടുക്കാൻ എന്നോട് പറഞ്ഞേ. കാർത്തി, അവിടെ എല്ലാവരും തിരക്കില്ല. അത് ഇവള് പ്രഗ്നന്റ് അല്ലേ വൈശാഖ്? വെയിലത്ത് നിന്നപ്പോ തല കറങ്ങിയതാവും. ജ്യൂസ് ഞാൻ വാങ്ങിക്കൊടുക്കാം. മൈഥിലി, എന്റെ കാർ കയറാം. വൈശാഖ്, ഇത് പെട്ടെന്ന് കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിക്കാം. ഇതിപ്പോ അവിടെ ആവശ്യമുള്ളതാ. ശരിയെന്നാ. ഇതെന്തൊരു നാശം! ഇതിപ്പോ എത്രാമത്തെ തവണയായി? ആ വരുന്നത് ACP. അയ്യോ, എന്റെ പെടലി ഓടിയുണ്ടെങ്കിൽ ഓടിക്കോ, രക്ഷപ്പെട്ടോ. എന്റെ ശിവനെ,
മിസ്റ്റർ മഹാദേവൻ, നിങ്ങളെ തന്നെയാ വിളിച്ചത്. സാറായിരുന്നു വിളിച്ചേ? അതെ. ചെവിക്ക് വല്ല തകരാറുണ്ടോ? ഏതെങ്കിലും ക്രിമിനലുകൾ ചെവിക്കുറ്റി നോക്കി പെരുമാറിയോ? അത് അല്ല, സാറെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ചോദിക്കാനുള്ള കാര്യം വേറെ. വാ. മഹാദേവൻ എന്താ ഇവിടെ? ഞാനൊന്ന് തൊഴാൻ ഇറങ്ങിയതാണ് സാർ. സാറെന്താ ഇവിടെ? ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വന്നതാ. കളിച്ച് കളിച്ച് നീ എന്റെ കോർട്ടിലും വീട്ടിലും കയറി കളിക്കാൻ തുടങ്ങി. അത് ശരിയല്ലല്ലോ. സാർ, പരിശുദ്ധവും പവിത്രവുമാണ് എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾ. ആ മുറ്റത്ത് വെച്ച് കയ്യേറ്റം പാടില്ല. അതാ ഞാൻ നിന്നെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയത്. ഇത് പഴയ കണക്ക്. ഇത് പുതിയ കണക്ക്. പോയിക്കോണേ ഇവിടുന്ന്. ഇനി മേലാൽ എന്റെ അതിരിന്മേൽ കളിക്കരുത്. ഒരു പണിയും വിജയിച്ചുമില്ല. അവസാനം ആ തൊലിയാർമണീൻ്റേത് വാങ്ങിച്ച് കെട്ടേണ്ടി വന്നു. എന്ത് ചെയ്യാനാ ദൈവമേ? ആ ഇന്ദ്രജ മേളത്തിനോട് അടി കിട്ടിയ കാര്യം പറയാൻ പറ്റുമോ? എന്താടി പറഞ്ഞത്? ഞാൻ പറഞ്ഞത് വല്യമ്മ കേട്ടില്ലേ? എന്റെ അമ്മയെ ദ്രോഹിക്കാൻ നോക്കിയ വേദനിക്കുന്നത് എനിക്കായിരിക്കും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം വല്യമ്മയ്ക്ക് എന്റെ അമ്മയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മീനാക്ഷി, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു മുന്നറിയിപ്പാ. അമ്മയുടെയും എന്റെയും വഴികളിലേക്ക് വല്യമ്മ വന്നു പോവരുത്. ഈ ജന്മം ഞാൻ എന്നെ എന്റെ അമ്മയ്ക്ക് നൽകി കഴിഞ്ഞു. നിന്റെ ഒരു അമ്മ. എനിക്കറിയാം, പ്രസവിച്ച അമ്മയോട് സ്നേഹമില്ലാത്ത നിനക്ക് എങ്ങനെ വല്യമ്മയായ എന്നോട് സ്നേഹം ഉണ്ടാവും? ചിലരുടെ തനിനിറം പുറത്തു വരുമ്പോ താനേ സ്നേഹം ഇല്ലാതാവും. എടി, നിന്റെ അമ്മയെ കൊന്നവരെ നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അങ്ങനെ ഒരു ദിവസം വരില്ല വല്യമ്മ. വരും. നീ എന്റെ ചോരയാ. അതുകൊണ്ട് നീ എന്നെ എത്ര വെറുത്താലും നിന്നെ ഞാൻ സ്നേഹിക്കും. അതുവരെ നീ നിന്നെ ശ്രദ്ധിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.